ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 4 തിങ്കളാഴ്ചയാണ്. ഇന്ന് വിപണിക്ക് വളരെ നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണ് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗ്ലോബലി ഒത്തിരിയേറെ നെഗറ്റീവായിട്ടുള്ള ഫാക്ടറുകൾ ഉണ്ടായിട്ടും ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു റാലി നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ടായിരുന്നു. ഈ 4 സംസ്ഥാനങ്ങളുടെ ഇലക്ഷൻ റിസൾട്ടാണ് ഇന്ന് പുറത്തു വരുന്നതെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ ഉറ്റുനോക്കുന്നത് കേരളത്തിൻ്റെ റിസൾട്ട് തന്നെയാണ്. പക്ഷേ മാർക്കറ്റ് ഫോക്കസ് ചെയ്ത് നോക്കുന്നുണ്ടായിരിക്കുക ഒരുപക്ഷെ വെസ്റ്റ് ബംഗാൾ കൂടാതെ ആസാം എന്നീ സംസ്ഥാനങ്ങളിലേക്കുള്ള റിസൾട്ടുകൾ തന്നെയായിരിക്കും. ഇന്ന് ഇലക്ഷൻ റിസൾട്ടിൻ്റെ ഈ ദിവസം നമ്മളെപ്പോലുള്ള ഒത്തിരിയേറെ പേർ ഇപ്പോൾ തന്നെ ടി വിക്ക് മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും. കേരളത്തിൽ LDFന് ഒരു ഭരണ തുടർച്ച ലഭിക്കുമോ അല്ലെങ്കിൽ UDF അധികാരത്തിൽ വരുമോ എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം. ഏതായാലും ഗ്ലോബൽ മാർക്കറ്റുകളിൽ നിർണായകമാകുന്നത് ഇപ്പോൾ ഓയിൽ പ്രൈസുകളാണ്. എണ്ണവില 4 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു. ഡൊണാൾഡ് ട്രംപിൻ്റെ കടുത്ത നിലപാടും ഹോർമുസ് കടലെടുക്ക് തടസ്സം മാസങ്ങളോളം നീണ്ടു നിൽക്കാം എന്ന് അമേരിക്കൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയതും ക്രൂഡ് ഓയിൽ വില 4 വർഷത്തെ ഉയർന്ന നിലയിലെത്താൻ കാരണമായി $126 കഴിഞ്ഞ ആഴ്ച ഓയിൽ പ്രൈസുകൾ ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് ടച്ച് ചെയ്തത്. ഏതായാലും ക്രൂഡ് ഓയിലിൻ്റെ വില ഉയരുന്നത് ഇന്ത്യയിലും അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായി തുടങ്ങി എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം വാണിജ്യ സിലിണ്ടറിൻ്റെ വില ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട്. 10 കിലോ സിലിണ്ടറിന് 993 രൂപയായിട്ടാണ് ഉയർത്തിയിരിക്കുന്നത്. പെട്രോൾ ഡീസൽ വിലയും ഉടൻ തന്നെ കൂട്ടും എന്ന രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ട്. F&O സെഗ്മെന്റിൽ നിന്ന് നല്ലൊരു വാർത്ത കൂടി ഉള്ളത്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSE ഇപ്പോൾ F&O ട്രേഡിംഗിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനേക്കാൾ കൂടുതൽ ആകർഷകമായി മാറുന്നു. NSEയിൽ ഫ്യൂച്ചർ ട്രേഡിങ്ങിന് 0.00183% ഈടാക്കുമ്പോൾ BSEയിൽ ഫീസ് ഇല്ല എന്നതാണ് അതിന് പ്രധാനപ്പെട്ട കാരണമായി കാണുന്നത്. ഇനി ഓപ്ഷൻസിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ NSE ചാർജ് ചെയ്യുന്നത് 0.0355%. BSE വെറും 0.005%. അതായത് വലിയ തോതിലുള്ള ചാർജുകളിലുള്ള ഒരു കുറവ് തന്നെയാണ് BSEയുടെ ചാർജുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടാതെ എക്സ്പയറി ദിവസം ചൊവ്വാഴ്ചയിൽ നിന്ന് വ്യാഴാഴ്ചയിലേക്ക് മാറ്റിയതും BSEക്ക് ഗുണകരമായി എന്നാണ് കരുതുന്നത്. ഏതായാലും ഏപ്രിൽ മാസത്തെ F&O വോളിയത്തിൽ വലിയ മാറ്റമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. NSEയുടെ വോളിയം 22% കുറഞ്ഞപ്പോൾ BSEയുടെ വോളിയം 26% ഉയർന്നിരിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഏപ്രിൽ 1 തീയതി മുതലാണ് ഫിനാൻസ് മിനിസ്റ്റർ ശ്രീമതി നിർമ്മല സീതാരാമൻ സെക്യൂരിറ്റി ആൻഡ് ട്രാൻസാക്ഷൻ ടാക്സ് വർദ്ധിപ്പിച്ചത്. അതിനുശേഷമാണ് NSEയിൽ ഇത്തരത്തിലുള്ള ഒരു വോളിയത്തിലുള്ള ഒരു കുറവുണ്ടായിരിക്കുന്നത്. F&O ട്രേഡിംഗ് എപ്പോഴും റിസ്കിയാണ് എന്ന് നമുക്ക് അറിയുന്നതാണ്. എന്നിരുന്നാലും നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് സെൻസെക്സിലേക്കൊക്കെ മാറാവുന്ന ഒരു അവസരം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും എല്ലാവരും ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഇനി ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. വെള്ളിയാഴ്ച ഒട്ടുമിക്ക പ്രധാനപ്പെട്ട ഏഷ്യൻ മാർക്കറ്റുകൾക്കും അവധിയായിരുന്നു. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിൽ കോസ്പി മാർക്കറ്റ് 2.75% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.38% നേട്ടത്തിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 35 മിനിറ്റാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 24,265 എന്ന നിലയിൽ 53 പോയിന്റ്സ് ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇന്ന് നമുക്ക് 160 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് സാധ്യതയുള്ളത്. ഇനി യൂറോപ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. US മാർക്കറ്റുകളിലേക്ക് വന്നാൽ വെള്ളിയാഴ്ചയും പോസിറ്റീവിൽ തന്നെയാണ് US മാർക്കറ്റുകൾ ക്ലോസ് ചെയ്യുന്നത്. കൂടാതെ പുതിയ റെക്കോർഡ് ഹൈയും S&P 500ഉം നാസ്ഡാക്കും ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ടെക് ഹെവി നാസ്ഡാക്ക് 0.89% വെള്ളിയാഴ്ച ഉയർന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് പ്രമുഖ മാഗ്നിഫിസന്റ് 7 കമ്പനികളുടെ റിസൾട്ട് അവിടെ നിന്നും പുറത്തു വന്നത്. മൈക്രോസോഫ്റ്റ്, ആൽഫബറ്റ്, ആമസോൺ, മെറ്റ തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ട് പുറത്തു വന്നു. മികച്ച റിസൾട്ട് തന്നെയായിരുന്നു അത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിൽ വെള്ളിയാഴ്ച ഇൻഫോസിസ് 0.18% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ 0.49% ഇടിഞ്ഞപ്പോൾ ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.64% ഇടിഞ്ഞു. HDFC ബാങ്ക് 0.91% ഇടിഞ്ഞപ്പോൾ ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 0.59% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. മറ്റ് അസറ്റ് ക്ലാസുകളിലേക്ക് വന്നാൽ ക്രിപ്റ്റോ കറൻസി $78,000 ട്രേഡ് ചെയ്യുന്നു. ഗോൾഡ് പ്രൈസിലേക്ക് വന്നാൽ സ്പോട്ട് ഗോൾഡ് വെള്ളിയാഴ്ച 1% ഇടിവുണ്ടാക്കി. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് 1,10,680 എന്ന നിലയിലാണ്. അടുത്തതായി ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് $126 ടച്ച് ചെയ്തെങ്കിലും ഇപ്പോൾ പിന്നീട് അവിടെ നിന്ന് ഡൗൺ ആയി $108 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്.
ഇതൊക്കെയാണ് ഇന്നത്തെ ടോപ്പ് ഹെഡ്ലൈൻസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം Q4 റിസൾട്ടുകൾ. ആദ്യം അദാനി എൻ്റർപ്രൈസിൻ്റെ റിസൾട്ട് വന്നു. നെറ്റ് ലോസ് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് 220.7 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നത് 3844.9 കോടി രൂപയായിരുന്നു. അതായത് ഇത് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. റവന്യൂവിൽ 20.3% വർധനവ് വന്നു. 32,439.3 കോടി രൂപയിലാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത് കൊട്ടാക് മഹീന്ദ്ര ബാങ്കാണ്. നെറ്റ് പ്രോഫിറ്റിൽ 13.4% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 4026.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 8.1% വർധനവ് വന്നു. 7875.5 കോടി രൂപയിലാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഉള്ളത്. ഗ്രോസ് NPA ഇടിഞ്ഞ് 1.20% ഈ ക്വാർട്ടറിൽ എത്തി നിൽക്കുന്നത്. അടുത്തത് അവന്യൂ സൂപ്പർ മാർട്ട്സ് എന്ന കമ്പനി നെറ്റ് പ്രോഫിറ്റിൽ ആയി രേഖപ്പെടുത്തിയത് 656.6 കോടി രൂപയാണ്. ഇയർ ഓൺ ഇയറിൽ 19.2% വർധനവ് പ്രോഫിറ്റിൽ മാത്രം രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂ ആയിട്ട് രേഖപ്പെടുത്തിയത് 17,683.9 കോടി രൂപയാണ്. 18.9% വർധനവാണ് റവന്യൂവിൽ രേഖപ്പെടുത്തിയത്. അടുത്തത് ACC ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 68.3% ഇടിവ് വന്നിരിക്കുന്നു. 238.3 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 751 കോടി രൂപ ലാഭമായിട്ടാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തിരുന്നത്. റവന്യൂവിൽ 18% വർധനവ് വന്നു. 7124.5 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്ത സുന്ദരം ഫാസ്റ്റ്നേഴ്സ് എന്ന കമ്പനി നെറ്റ് പ്രോഫിറ്റിൽ 29.7% വർധനവ് വന്നു. 161.4 കോടി രൂപ ആയിട്ടാണ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തത്. റവന്യൂവിൽ ഇയർ ഓൺ ഇയറിൽ 10.6% വർധനവ് വന്നിരിക്കുന്നു. 1693.3 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഇനി നമ്മുടെ കേരളം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് ആയി രേഖപ്പെടുത്തിയിരിക്കുന്നത് 23.5 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ കമ്പനി ലോസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്. അത് 183.2 കോടി രൂപയായിരുന്നു. കൂടാതെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 19.2% വർധനവ് കമ്പനി രേഖപ്പെടുത്തി. 517.8 കോടി രൂപയിലാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഉള്ളത്. പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസിൽ 35.4% ഇടിവ് വന്നിരിക്കുന്നു. അടുത്തത് മികച്ച ഫലങ്ങൾ റിപ്പോർട്ട് ചെയ്ത 2 കമ്പനികളാണ്. കാപ്രി ഗ്ലോബൽ ക്യാപിറ്റൽ എന്ന കമ്പനി പ്രോഫിറ്റായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 282.8 കോടി രൂപയാണ്. പ്രോഫിറ്റിൽ 59.1% വർധനവാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റവന്യൂവിൽ 44.7% വർധനവ് രേഖപ്പെടുത്തി. 1385 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് എവറിഡേ ഇൻഡസ്ട്രീസ് ഇന്ത്യ എന്ന കമ്പനി ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റിൽ 14 മടങ്ങിൻ്റെ വർധനവാണ് വന്നത്. 141.8 കോടി രൂപയായിട്ടാണ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തത്. ഇനി കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ വെറും 10.4 കോടി രൂപ മാത്രമാണ് പ്രോഫിറ്റായിട്ട് കമ്പനി റിപ്പോർട്ട് ചെയ്തത്. റവന്യൂവിൽ 9.4% വർധനവ് 327.2 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ടാറ്റ ടെക്നോളജീസ്, ആരത്തി ഇൻഡസ്ട്രീസ്, ആദിത്യ ബിർള ക്യാപിറ്റൽ, അംബുജ സിമൻസ്, എത്തർ എനർജി, ഭാരത് ഹെവി ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെന്റ് സർവീസസ്, CSB ബാങ്ക്, എക്സൈഡ് ഇൻഡസ്ട്രീസ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ജിൻഡാൽ സ്റ്റെയിൻലെസ്, ജ്യോതി ലാബ്സ്, KEI ഇൻഡസ്ട്രീസ്, മണപ്പുറം ഫിനാൻസ്, പെട്രോനെറ്റ് LNG, ക്യൂസ് കോർപ്പ്, ശോഭ, ടാറ്റ കെമിക്കൽസ്, വോക്കഡറ്റ് തുടങ്ങിയവയാണ്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് മുതലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിൽ പ്രധാനമായിട്ടും F&O ട്രേഡിങ്ങിലെ സ്ട്രാറ്റജികൾ എങ്ങനെ ബിൽഡ് ചെയ്യാമെന്നും ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ചാർട്ട് അനാലിസിസ്, ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ബേസിക് മുതലുള്ള കാര്യങ്ങൾ, OA അനാലിസിസ് തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. FIs വ്യാഴാഴ്ചയും വലിയ സെല്ലിങ്ങിൽ തന്നെയായിരുന്നു. ക്യാഷ് മാർക്കറ്റിൽ 8048 കോടി രൂപയ്ക്കാണ് അവർ സെല്ല് ചെയ്തത്. DIs ആവട്ടെ 3487 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്ന് നമുക്ക് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും എത്തരത്തിലായിരിക്കും എന്നൊന്ന് നോക്കാം. ആദ്യം നിഫ്റ്റി 23,998 180 പോയിന്റ്സ് ഇടിഞ്ഞാണ് വ്യാഴാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. വെള്ളിയാഴ്ച നമുക്കൊരു മാർക്കറ്റ് ഹോളിഡേയുമായിരുന്നു. നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വന്നാൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഡൗൺ സൈഡിലെ ഈ ഒരു പ്രധാനപ്പെട്ട സോൺ 23,760 മുതൽ 23,850 വരെയുള്ള
ഈ ഒരു സോണിൽ തന്നെയാണ് ഒരിക്കൽ കൂടി ടച്ച് ചെയ്ത് നിഫ്റ്റിക്ക് ഒരു റിവേഴ്സൽ ലഭിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ ഈ ഒരു സോൺ കൃത്യമായി തന്നെ മനസ്സിലാക്കി വെച്ചവർക്ക് നല്ല ട്രേഡുകൾ വ്യാഴാഴ്ച ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ നല്ല കണ്ടന്റ്സ് ആണ് നമ്മൾ എല്ലാ ദിവസവും ചെയ്യാൻ ശ്രമിക്കുന്നത്. പരമാവധി സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്സൈഡിലെ സോണാണ്. 24,420 മുതൽ 24,570 വരെയുള്ള ഈ ഒരു സോണാണ് അപ്സൈഡിൽ പ്രധാനപ്പെട്ടതായിട്ട് വരിക. കൂടാതെ മെയ് 21-ാം തീയതിയിലെ ഹൈ ആയിട്ടുള്ള 24,603 കൂടി ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെയാണ് അപ്സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളായി വരുന്നത്. ഏതായാലും ഇപ്പോൾ കാര്യങ്ങൾ ഒരു സൈഡ് വൈസിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ ഇപ്പോഴും കാണിച്ചിട്ടില്ല. അടുത്തതായി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ നോക്കാം. കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് സ്ട്രൈക്ക് ചെയ്തിരിക്കുന്ന പുട്ട് സൈഡിലെ സ്ട്രൈക്കുകളിൽ റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,500, അതിനുശേഷം 24,500 സ്ട്രൈക്ക്, അതിനുശേഷം 24,300 സ്ട്രൈക്കിലുമാണ്. കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് സ്ട്രൈക്ക് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകളിൽ ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് കോൾ സൈഡിൽ 22,500, അതിനുശേഷം 23,000, അതിനുശേഷം 23,500 സ്ട്രൈക്കുമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 54,863-ൽ 540 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണാണ് ഡൗൺ സൈഡിലുള്ളത്. അതായത് 53,625 മുതൽ 54,450 വരെയുള്ള ഈ ഒരു സോൺ. ഇതിൻ്റെ അപ്പർ എൻഡിൽ ടച്ച് ചെയ്തതിന് ശേഷമാണ് ഒരു റിവേഴ്സൽ നമുക്ക് വ്യാഴാഴ്ച ലഭിച്ചിട്ടുള്ളത്. ഇനി നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലുമാണെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡിൽ ഈ സോൺ കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ഫോൾ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്സൈഡിൽ ഇപ്പോഴത്തെ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 56,120 ആണ്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞു പോയത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.